ഹലോ, അസ്സലാമു അലൈക്കും. ഫൈസൽ സാഹിബ് അല്ലേ? അതെ, കുറുങ്ങാട് സെൻട്രൽ ജമാഅത്തിന്റെ സെക്രട്ടറി. അതെ അതെ. എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ജമാഅത്തിൽ ഒരംഗം ഉണ്ടല്ലോ, സലീം എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. അവർ കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപമുണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ നിരീക്ഷണത്തോടു കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പം ഈ സ്ത്രീ കുറേ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേള അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും അള്ളാഹുലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അപ്പോ ഒരു മഹൽ എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അത് അവര് രജിസ്റ്റർ ചെയ്തത് ഞാളെ മഹലിലല്ല. അവർ രജിസ്റ്റർ ചെയ്ത് കുറുവങ്ങാട് മഹലില്ല. നമ്മളെ മഹലിൽ അവർ രജിസ്ട്രേഷനോ കാര്യങ്ങളോ നമ്മളെ മഹലായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ കുട്ടികൾ കുറച്ച് നമ്മളെ മദർസ് പഠിച്ചെന്നല്ലാതെ നമ്മളായിട്ട് വേറെ യാതൊരു ബന്ധവുമില്ല. അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായുള്ള ഖബർസ്ഥാനുള്ള മഹലിൽ തന്നെയല്ലേ ഇവരങ്ങോട്ടുള്ളത്? അതെ അതെ, അവരങ്ങായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കുക എന്നുള്ളത്. അതുപോലെ എല്ലാവരും അറിയുന്ന കാര്യമാണ്. അവരൊക്കെ അതിന്റെ സെക്രട്ടറി ഒക്കെ അതിന്റെ ഏരിയ തന്നെ താമസിക്കുന്നത്. അത് ശരി. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുത്തതായിട്ടോ, ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാഅത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല? ഇല്ല, അവരതിനാണ് കാത്തിക്കുന്നത്. എങ്ങനെ? ഓളതിനാണ് കാത്തിക്കുന്നത്. അതായത് ഇങ്ങനെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കളികളെല്ലാം കളിക്കുന്നത്. അത് ശരി. അപ്പൊ എന്നാ പിന്നെ മഹലിനെ അവരെ ഒഴിവാക്കാമല്ലോ. അപ്പോ അവിടെ ഇവര് കുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ വരെയായിട്ട് ബിഷുഖാനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവളൊരു ഇസ്ലാമിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് മദർസിൽ വന്നത്. അപ്പൊ ഉസ്താദ് പറഞ്ഞ് ഇത് വിട്ട് ഇവിടെ വരാൻ പറ്റില്ല, പുറത്തിറങ്ങണം. അതിന് അവര് കുട്ടീന്റെ TC വാങ്ങി അവര് പോയി. എന്നിട്ടാണ് അവര് പറഞ്ഞത് എന്റെ കുഞ്ഞുങ്ങളെ മദർസിന്ന് പുറത്താക്കിന്ന് പറഞ്ഞിട്ട് ഇവര് ഇത് മെസ്സേജ് അയച്ചു. എന്നിട്ട് നേരെ അപ്പുറത്തെ മദർസിൽ പോയിട്ട് ഇവര് ചേർക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അവർ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു. പുസ്തകനോട് പറഞ്ഞു ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. പുസ്തകം തന്നെ നിങ്ങള് ആരെ വേണേലും വരച്ചു, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാല് മദർസിൽ കുട്ടികളെ പറഞ്ഞേക്കുന്നുണ്ട്, കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞേക്കാനും കൃത്യമായിട്ട് ഇവിടുന്ന് പഠിപ്പിക്കാനും കയ്യെങ്കിൽ നിങ്ങൾ പറഞ്ഞേച്ചുണ്ടാകും. ന്യായം. അപ്പൊ മൂപ്പര് നേരെ കുട്ടീനെ കൊണ്ടങ്ങ് പോയി. മദർസിൽ ആടെയും ചേർത്തിയില്ല. എന്തെങ്കിലും ഒന്ന് നമ്മളിപ്പോ കൈമൊന്ന് കിട്ടണം. ഈ സ്ത്രീയാണോ അതോ? അതെ, സ്ത്രീയാണ്. സലീം ഇവിടെ നാട്ടിലില്ലല്ലോ. ഈ സലീമിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഈ സലീമിനെ കണ്ടിട്ട് പോലും ഇല്ലേ? സലീമിനെ പണ്ട് കുറെ മുന്നേ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് സലീം ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഗൾഫിൽ തന്നെ. അപ്പൊ അയാൾ നാട്ടിലേക്ക് വരുന്നില്ല? വരുത്ത് കുറവാ. എന്തോ ഒരു കേസാ ഒരിക്കൽ ഞാൻ അന്വേഷിച്ചു. എന്തോ ഒരു കേസ്, ഒരു അനാവശ്യ കേസ് കൊടുത്തിട്ട് സലീം അതിൽ സാക്ഷി ചെയ്യുന്നല്ലേ. ഞാൻ പുറമേ പറഞ്ഞതാണ്, അതിന്റെ സത്യാവസ്ഥ കറക്റ്റ് അറിയില്ല. അപ്പോ അതില് ആ കേസ് ഇവർക്കെതിരെ വിധി വന്നിട്ട് സലീമിനെതിരെ എന്തോ വാറണ്ട് എന്തോ ഉണ്ടെന്നുള്ള ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്ത് കേസാണത്? ഇതേ വിഷയം തന്നെയാണോ? അത് നമ്മളെ ആൾക്കാരായിട്ടല്ല. അപ്പൊ മറ്റുള്ള ആൾക്കാർ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ ചോദിക്കാൻ പോയപ്പോ അവര് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താന്ന് കേട്ടെ. ഇവരിങ്ങനെ നിരന്തരം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആണുങ്ങൾക്കെതിരെ വരെ ഇവരിങ്ങനെ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോക്സോ കേസൊക്കെ കൊടുത്തതായിട്ട് അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് മനസ്സിലാവുന്നത്. അവരുടെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ അമ്പലത്തിലൊരു പരിപാടിക്ക് ഞങ്ങൾ പോയപ്പോ അത് എല്ലാ വർഷവും ഞങ്ങൾ പോകുന്ന കമ്മിറ്റിക്കാരും ഉസ്താദിനെ എല്ലാവരും അവർ ക്ഷണിക്കും. നമ്മളെ പള്ളീന്റെ തൊട്ടടുത്തുള്ള കമ്പല. അപ്പൊ നമ്മള് സ്ഥിരം എല്ലാ വർഷവും ഒരു ദിവസം അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാണ്. അത് ഞങ്ങൾ പോയെന്ന് ഇവിടെ വീഡിയോ വെച്ചിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി.
പക്ഷെ നമ്മളെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ അറിയുന്നത് കൊണ്ട് നമ്മളെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അത് ശരി. അപ്പൊ ഇവളൊരു പൊതുശല്യമാണ്. ഈ സലീമിനെയും ജസ്നാനെയും ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ശരി. അപ്പോ അവർക്കറിയാം ഇവള് പറയുന്നത് കള്ളത്തിലാണ് എന്നുള്ള അറിയുന്നത് കൊണ്ടാണ് നമ്മളെ നാട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നമില്ല. നിങ്ങള് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഈ പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയതും അതിന്റെ വീഡിയോ വെച്ച് ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ഒരു ശ്രമം ഇവള് നടത്തി. അത് ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഹിന്ദു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഇവളെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. എല്ലാവരും അവഗണിച്ചത്. നാടുമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ല. അത് ശരി. നാട്ടിലുള്ള ആരുമായിട്ട് ഒരു സംസാരിക്കുക, നാട്ടിലുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല. അത് ശരി. ഇവിടെ ഉണ്ടെന്നറിയാം. ഞാനിപ്പോ കുറെ വർഷങ്ങളായി ആളെ കാണാതെ. അത് ശരി. അപ്പൊ ഈ സലീമുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മഹല്ല് കമ്മിറ്റിയോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ ഇത്തരം ഈ പോക്കും ഈ ദീനി വിരുദ്ധമായ ജീവിതത്തിനെതിരെയൊക്കെ അയാളെ ബോധവൽക്കരിക്കാനോ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കണമെങ്കിൽ അയാളെ നമ്പർ കിട്ടണോ, അല്ലെങ്കിൽ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ കാണാൻ അയാൾ നാട്ടിൽ വരണോ? അയാൾ ദുബായിൽ എവിടെയാണെന്ന് വല്ലതും ഫൈസൽ സാഹിബിന് അറിയാവോ? എന്തെങ്കിലും ധാരണയുണ്ടോ? നമുക്ക് ആർക്കും നാട്ടിൽ, അതായത് ഈ സലീമിനും നാട്ടിൽ ആരുമായിട്ടൊരു ബന്ധമില്ല. അത് ശരി. ഒരു നാട്ടുകാരനാണ്, പക്ഷെ ഈ നാട്ടിലുള്ള ആരുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് ആർക്കും അവനെ പറ്റിയ ഒരു വിവരമില്ല. മൊത്തത്തിലൊരു ദുരൂഹതയാണ്. ദുരൂഹതാണ്. അവനെ കോണ്ടാക്ട് ചെയ്യാനോ പറയാനോ ആർക്കും നമ്പറും ഇല്ല. അവരെ ഇനി ജമാഅത്തിന്ന് പുറത്താക്കണമെങ്കിൽ പോലും അവരെ ഒന്ന് കണ്ടു കിട്ടണം. അതിനും കിട്ടുന്നില്ല. കണ്ടുകിട്ടണം. അതെ, അതിന് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ നിസ്സഹായരാണ്. പിന്നെ തന്നെ ഇവര് പള്ളിയായിട്ട് ഒരു ബന്ധം ഇല്ലാത്തതിനെ കൊണ്ട് ആരും ആ വൈകിട്ട് പോകൂല. അവരെങ്ങനാന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയാണ്. ഒരു റമദാൻ പിരിവോ ഒരു വൻസംഖ്യ അങ്ങനത്തെ ഒന്നും ഇല്ലെന്നാണ്. അത് ശരി. അവരവിടെ താമസിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിളിച്ചത്, നിങ്ങൾ ഇത്രയും വലിയ രൂക്ഷമായ ഒരു പ്രശ്നങ്ങളൊക്കെ നിരന്തരം ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോ ഈ മഹല്ലുകാരും എന്താണ് ഈ വിഷയത്തിലൊന്നും അനങ്ങാത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡൗട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നാട്ടില് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് ശരി. അപ്പൊ നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ പുറത്താണ്. നാട്ടിൽ കുറച്ച് പാർട്ടിക്കാരായിട്ട് എന്തൊക്കെ ഇതുണ്ടോ എന്നുള്ള അറിയില്ല. അവർക്ക് ആത്മഹത്യാ ശ്രമം നടന്ന സമയത്ത് കുറെ ആൾക്കാരാണ് കണ്ടിരുന്നു. ഏത് പാർട്ടിക്കാര്? BJP-ക്കാരോ? BJP-ക്കാരായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്നുള്ള അറിയില്ല. പാർട്ടി തന്നെയല്ലോ. അതെ. അപ്പോ ആ സമയത്തോള് ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് കുറച്ച് ആൾക്കാരാണെന്നു. പിന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീവ്ര ഹിന്ദുത്വവാദികളുടെ സപ്പോർട്ടിലായിരുന്നു അവൾ ഇത്രയും നാളും പൂണ്ട് വിളയാടിയത്. ഇപ്പൊ അവരിൽ തന്നെ ഒരു വിഭാഗമാണ് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ഇപ്പം ഒരുവിധ ആൾക്കാരൊക്കെ എതിരാണ്. അല്ലെ, ഇവരുടെ വാപ്പായോ അല്ലെങ്കിൽ സലീമിന്റെ വാപ്പായോ അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു? അവൾ ഈ നാട്ടുകാരത്തിയല്ല. അവള് നരിക്കുനിയോ ആ ഭാഗത്തോടുവാ. അല്ല, അപ്പൊ ഈ സലീമിന് വേറെ ആരുമില്ലേ? സലീമിന് വാപ്പ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അങ്ങനെ മൂത്താപ്പ അങ്ങനെ ആരുമില്ല? സലീമിന് എനിക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. പക്ഷെ ഒരാരും ഇവിടെ ഇല്ല. വീട്ടിൽ ഓലാണ്ടാലും മാത്രമേ ഉള്ളൂ. അല്ല, ഞാന് മറ്റൊന്നുകൊണ്ട് പറയാം. നിങ്ങള് അവിടെ വീട് വെച്ചതാണ്. ഇവിടെ വീട് വെച്ചതാണ്. പുതിയ വീടാണ്. കുറച്ചു കാലമായിട്ടുള്ളൂ ഇവിടെ വീട് വെച്ചിട്ട്. അല്ല, എന്നാലും നിങ്ങൾക്ക് ഫൈസൽ സാഹിബിനൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ. ഇയാളുടെ പേരെന്താണെന്നോ എവിടാണെന്നോ ഒക്കെ അന്വേഷിച്ചിട്ട് ഇതിന്റെ ഗൗരവങ്ങൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നമുക്ക് ആരെയും മോശപ്പെടുത്താനല്ല. അതെ, നമ്മുടെ ബാധ്യതയാണല്ലോ. കണ്ടിട്ട് സംസാരിച്ചു നോക്കാം. ഇൻഷാ അല്ലാഹ്. പിന്നെ അങ്ങനെ ആവട്ടെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ.